അപ്പൊ ദേ പള്ളിയിലെ ചോറ്. അപ്പൊ നബിദിനം ഒക്കെ അല്ലേ, എന്റെ പൊന്നു മോനല്ലേ, വെറുതെ ഒരു സാധനം തരാം ഞാനേ. അപ്പൊ ദേ ചോറ് 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 നമ്മുടെ എന്താ പറയാ, ഇപ്പം മൗലൂദൊക്കെ നടക്കുന്ന സമയല്ലേ, അപ്പൊ പള്ളിയിൽ നിന്ന് കിട്ടിയ ചോറാണേ. ഒരെണ്ണമൊക്കെ കിട്ടുമ്പോഴേക്കും അതിൻ്റെ ഒരു എന്താ പറയാ, നമ്മൾ എത്ര കല്യാണ ബിരിയാണി അല്ലേ കടയിൽ നിന്ന് വാങ്ങിച്ചു തിന്നാലും പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പൊ ഇപ്പൊ വാപ്പി കൊണ്ട് തന്നെയാണേ. പള്ളിയിൽ നിന്നൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വാപ്പി തന്നെ കൊണ്ട് തരണം കേട്ടാ. കണ്ടപ്പോ ഒരു കൊതി. നല്ല ചോറ് കേട്ടാ. അല്ലേ, അപ്പം ചിക്കൻ ബിരിയാണി കഴിക്കാം, ബീഫ് ബിരിയാണി കഴിക്കാം. ഈ ഡയറ്റ് ഉള്ളവർക്ക് എന്താ ബിരിയാണി കഴിക്കാൻ പറ്റത്തില്ലേ എന്നുള്ള ചോദ്യം. ബിരിയാണി കഴിക്കുന്ന എന്നൊക്കെ ചോദിക്കത്തില്ലേ, നമുക്ക് കഴിക്കാം. ആ റൈസ് പോഷൻ ഞാനിതെല്ലാം കഴിക്കാൻ പോലെ കേട്ടാ. റൈസ് ചിക്കൻ ഉണ്ട്. റൈസ് പോർഷൻ കുറച്ചെടുക്കുക, സാലഡുകൾ കൂടുതൽ എടുക്കുക, അതുപോലെ തന്നെ ഒരു ചിക്കനും കൂടെ കുറച്ചെടുക്കുക. റൈസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാർബിൻ്റെ ആ ഒരു പ്രശ്നം വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം. എന്ത് കാര്യവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഡയറ്റിനെ കൊണ്ടുപോകാം. അപ്പോൾ മാഷാ അല്ലാഹ് മൗലൂദ് തുടങ്ങിയിട്ട് ആദ്യത്തെ പങ്കാണേ. ഉപ്പര് ആരാണെങ്കിലും കൊടുത്താൽ അവർക്ക് നല്ല ശീലം കിട്ടും.